വെറും കുറച്ച് ചേരുവകൾ മാത്രം വെച്ച് കണ്ടുള്ള ഒരു സ്നാക്സ് ആയാലോ. ആദ്യം തന്നെ നമ്മൾ ബ്രെഡ് വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് കുതിർത്തി വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു 5 to 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ബൗളിലേക്ക് കുറച്ച് വൈറ്റ് റൈസ് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും, അതുപോലെ തന്നെ കുറച്ച് ഓണിയനും ഗ്രീൻ ചില്ലിയും ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ജിഞ്ചറും ബൗളിലേക്കിട്ട് നന്നായി മിക്സ് ആക്കുക. പിന്നീട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാണ്ട് നമുക്ക് കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഇതൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാണ്ട് മാറ്റി വെക്കുക. പിന്നീട് ഒരു ബൗളിൽ കുറച്ച് ബ്രെഡ് ക്രംസും ഒരു മുട്ടയും കൂടി മിക്സ് ആക്കി വെക്കണം. ഈ ഒരു സംഭവം ഓപ്ഷനിലാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ മിക്സ് ആക്കിയിട്ടുള്ള ഈ ഒരു മിക്സ് എടുത്തുകൊണ്ട് നമുക്ക് ഏതൊരു ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാം. ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷേപ്പ് നമ്മുടെ റോളിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു മുട്ടയും ബ്രെഡ് ക്രംസും ഉള്ള ഒരു കോട്ടിങ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഓയിലിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പായിട്ട് ഫ്രൈ എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. ബട്ട് ഞാനിവിടെ ഡീപ്പായിട്ടല്ല ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ നമ്മുടെ സാധാ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് മുന്നേ 1 ടേബിൾ സ്പൂൺ മാത്രം കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ബ്രൗൺ ഷെയ്ഡ് കളറായതിനു ശേഷം നമുക്കിതിന് വറുത്ത് മാറ്റി വെക്കാം. നമ്മുടെ ഈ ഒരു സ്നാക്സ് നല്ല ചൂടോടുക്കൻ നമ്മുടെ സോസിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തുകൊണ്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.